നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതുമെന്നോ രാജ്യം എന്തു വിചാരിക്കുമെന്നോ എനിക്കറിയില്ല. പക്ഷേ അങ്ങേയറ്റം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടിയാണ് ഇക്കാലം അത്രയും ഞാൻ ഈ രാജ്യത്തെ സേവിച്ചത്. എൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ഞാൻ എൻ്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തിട്ടില്ല. എന്തായാലും ഞാനൊരു ദുർബലനായ പ്രധാനമന്ത്രി ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചരിത്രകാരന്മാർ തീരുമാനിക്കട്ടെ. മാധ്യമങ്ങളെക്കാൾ ചരിത്രം എന്നോട് ദയവ് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാക്കുകളാണിത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും അപഹസിക്കപ്പെട്ട, പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നായിരിക്കും ആ മനുഷ്യന്റെ സ്ഥാനം. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടാത്ത, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടാത്ത മനോഹരമായൊരു കാലം ഈ നാടിന് സമ്മാനിച്ച, രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ എന്നായിരിക്കും പുതുതലമുറ മൻമോഹൻ സിംഗിനെ വായിക്കുക. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ആണവ കരാർ, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി, ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൽ കൂപ്പുകുത്തിയപ്പോഴും ഇന്ത്യയെ മുന്നോട്ട് നയിച്ച, ലോകം കണ്ട ഏറ്റവും മികച്ച എക്കണോമിസ്റ്റ്, വിദ്യാഭ്യാസ വിദഗ്ധൻ, ദിഷണാശാലിയായ ഭരണാധികാരി, വിശേഷണങ്ങൾ ഏറെയുണ്ട്. സൗമ്യനും ഉന്നതമായ വ്യക്തിത്വത്തിനുടമയുമായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വേൾഡ് ലീഡർ, ദ ലീഡർ അതർ ലീഡേഴ്സ് ലവ് എന്നാണ് 2010 ന്യൂസ് വീക്ക് മാഗസിൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത്. നേതാക്കൾ ഇഷ്ടപ്പെടുന്ന ലോക നേതാവ്. പലപ്പോഴും നമ്മളും നമ്മുടെ മാധ്യമങ്ങളും പരിഹസിച്ചപ്പോഴും ലോകത്തിലെ മുൻനിര മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ തിരിച്ചറിയുകയും അർഹമായ പരിഗണന നൽകുകയും ചെയ്തിരുന്നു. 2010 ലോകത്തെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ മൻമോഹൻ സിംഗിന്റെ സ്ഥാനം 18ാമത് എന്നാണ് ഫോർബ്സ് മാഗസിൻ പറഞ്ഞത്. നെഹ്റുവിനു ശേഷം ലോകം പുകഴ്ത്തിയ ഏറ്റവും മികച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വിശേഷണവും അവർ മൻമോഹന് നൽകി. പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ്, അങ്ങ് പറഞ്ഞതുപോലെ കാലം നിങ്ങളോട് മാപ്പ് ചോദിക്കും. നന്ദി മൻമോഹൻ. ജനാധിപത്യം പൂത്തു തളിർത്തൊരു കാലം ഇവിടെയുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയതിന് രാജ്യം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.